ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിന് എപ്പോഴും മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുവചനം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എൻ്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹം വരുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുമ്പോൾ ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കുടുംബത്തിൻ്റെ അടിത്തറ ദൈവം പാകിയിരിക്കുന്നത് ഭാര്യയിലും ഭർത്താവിലുമാണ്. പരസ്പരം അറിയാത്ത 2 വ്യക്തികളെ ഒരു കുടുംബം തുടങ്ങുവാൻ വേണ്ടി ഭാര്യയും ഭർത്താവുമായി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ ദൈവമാകുന്ന മൂലക്കല്ലിന്മേൽ ഒരു കുടുംബം പണിയപ്പെടുകയും അത് വ്യക്തമാക്കി തരുന്നതിനാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. 2 പേർ, ആ 2 പേർ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവുമാണ്. ആ 2 പേർ ഒരുമിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ഒരു കാര്യം ചോദിച്ചാൽ ദൈവം അത് സാധിച്ചു തരിക തന്നെ ചെയ്യും. കാരണം ആ 2 പേരുടെ മധ്യേ കർത്താവുണ്ട്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നു മുതൽ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിലെ പ്രയാസങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിനോട് യാചിക്കുക. ആ ദൈവം നിങ്ങൾക്കത് നിറവേറ്റി തരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ദിനങ്ങൾ അനുഗ്രഹമായി മാറും. സർവശക്തനായ ദൈവത്തിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.